നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, സുപ്രധാനമായ ഒരു വാർത്തയെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 9 ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഷിരൂരിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് മണ്ണിടിച്ചിലുണ്ടായി. അർജുൻ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനെ കാണാതായിരുന്നു. അദ്ദേഹം ഓടിച്ചിരുന്ന ലോറി സഹിതമാണ് കാണാതെയായത്. നേവി അടക്കം ഇന്ത്യൻ മിലിറ്ററി അടക്കം 9 ദിവസമായി തുടരുന്ന ഈ തിരച്ചിലിന് ഒടുവിൽ ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വർത്തമാനം. അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ, അർജുന് എന്തു പറ്റി, അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു ശുഭോദകമായ വിവരം അറിയുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടുതന്നെ മിലിറ്ററിയും നേവിയും നാട്ടുകാരും അടക്കമുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് ചേർന്ന രക്ഷാപ്രവർത്തനത്തിലും അർജുനനെ കാണാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ഈ വാർത്ത ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് തൊട്ടടുത്ത നിമിഷമാണ് ഈ വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്. മഞ്ചേശ്വരം MLA ആയ AKM അഷറഫാണ് ഈ വിവരം ഔദ്യോഗികമായി പറയുന്നത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുവാൻ സാധ്യമല്ല. കാരണം ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു കാര്യം ഔദ്യോഗികമായി അറിഞ്ഞിരിക്കുന്നു. മഞ്ചേശ്വരം MLA ആയ AKM അഷറഫാണ് 100% എന്നുള്ള രീതിയിൽ തന്നെ ശരിവെച്ചുകൊണ്ട് ഈ വാർത്ത പറഞ്ഞത്. മലയിടിച്ചിൽ ഉണ്ടായ സമയത്ത് അർജുൻ ലോറിയിൽ വിശ്രമിച്ചെന്ന സ്ഥലത്ത് നിന്നും ലോറി തെന്നി നീങ്ങി അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു. മറ്റനേകം വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചായക്കടയും ഭാഗികമായി തന്നെ തകരുകയുണ്ടായി. മറ്റു പല വാഹനങ്ങളും ഒഴുകിപ്പോകുകയുണ്ടായി. കൂട്ടത്തിൽ ഈ ഭാഗത്ത് തന്നെയാണ്, റോഡും പുഴയും ചേരുന്ന ഭാഗത്ത് തന്നെയാണ് അർജുന്റെ ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാദൗത്യ സംഘങ്ങൾ നാളിതുവരെയും കരയിൽ മാത്രമാണ് അർജുന്റെ ലോറി തേടിയിരുന്നത്. എന്നാൽ ശക്തമായ ഒഴുക്കുള്ള പുഴയിൽ മണ്ണിടിഞ്ഞ് മൺകൂര മൺതിട്ടയായി തീർന്നിരിക്കുന്നതിന് സമീപവും ചില തിരച്ചിലുകൾ നടത്തിയുണ്ടായി. പക്ഷെ അവിടെയൊന്നും അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അർജുന്റെ ദുരന്തമുണ്ടാകുമ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ മറ്റൊരു ക്യാപ്സൂൾ ലോറി കൂടി വീണിട്ടുണ്ടായിരുന്നു. ഈ ലോറി 7 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. പക്ഷെ അപ്പോഴൊന്നും അർജുന്റെ ലോറിയെ കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘത്തിനോ ദൗത്യ സംഘത്തിനോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള സമയം മാത്രമാണ് ഇതിനെടുത്തിട്ടുള്ളത്. ആ സമയത്താണ് നമുക്ക് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായി കിട്ടുന്നത്. മഞ്ചേശ്വരം MLA AKM അഷറഫാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങൾ കർണാടക സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചിത്രം കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധ്യമാകാതെ വന്നിരിക്കുന്നു. എന്തായാലും ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ദിവസങ്ങളായി അർജുന്റെ കുടുംബവും എല്ലാം കാത്തിരിക്കുന്നു. എന്നാൽ അർജുന്റെ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരത്തിൽ അർജുൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ അർജുൻ ഏത് രീതിയിൽ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരും, എന്താണ് അർജുന്റെ അവസ്ഥ എന്നുള്ളത് പങ്കുവയ്ക്കുവാനോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്ക് നൽകുവാനോ നമുക്ക് സാധ്യമാവാതെ വന്നിരിക്കുന്നു. എന്തായാലും ഒരു ശുഭവാർത്തയ്ക്കായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏതാണ്ട് 2 ദിവസം വരെ ലോറിയുടെ ക്യാബിനിൽ ഓക്സിജൻ ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. അത്തരത്തിലാണ് ആ ലോറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അവസാന നിമിഷവും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മിറാക്കിൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, അർജുൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നമുക്കും പ്രാർത്ഥനയോടുകൂടി കഴിയാം. എന്തായാലും ഒരു വിവരം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിവരം ഒട്ടും സമയം കളയാതെ തന്നെ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അർജുന്റെ ലോറി മണ്ണിടിച്ചിലുണ്ടായ പുഴയുടെ തൊട്ടരികത്ത് ഉണ്ട്, കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അത്. MLA നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ MLAയോടോ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണോ? നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലോറി അതുപോലെ സൂചന ഉണ്ടെന്നാണോ പറയുന്നത്? അവരങ്ങനെ പറയുന്നുണ്ട്. അവര് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല, അല്പസമയത്തിനകം അറിയും.
പുറത്തു വരുന്നത് ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന എ.കെ.എം. അഷ്റഫ് MLA-യിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ്. ലോറി അർജുൻ ഓടിച്ചിരുന്ന ലോറി ഭാരത് ബെൻസിന്റെ 9 ദിവസമായി